ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്നോട് 2-3 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസം കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നുള്ളത്. എനിക്ക് വെയിറ്റ് ഡിഫറൻസ് വന്നത് ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഡിഫറൻസ് വന്നത്. ഞാൻ വെയിറ്റ് കുറഞ്ഞ സമയത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്ത സമയത്ത് അങ്ങനെ ഫുഡൊന്നും മര്യാദക്ക് കഴിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കഴിക്കാറ്. കാരണം വർക്കിൻ്റെ പ്രഷറും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഫുഡ് അങ്ങനെ കഴിക്കില്ല. ഞാൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് നമ്മളെ ബോഡി, നമ്മളെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കേണ്ടത് ഫുഡിനാണ്. അങ്ങനെ ഞാൻ അതിന് വേണ്ടി ഒരു ഫുഡ് കഴിച്ചു തുടങ്ങിയത് ഒരു 6 മാസത്തിന് ശേഷമാണ് കറക്റ്റ് ഫുഡ് കഴിച്ചത്. അതെന്ന് വെച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റും വന്നു തുടങ്ങിയത് അതിന് ശേഷമാണ്. എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായി എത്ര ദിവസം കൊണ്ടാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തെന്നുള്ളത്. ഞാനൊരു 6 മാസത്തിനുള്ള ഡിഫറൻസ് ആണ് എൻ്റെ ബോഡിയിൽ വന്നു തുടങ്ങിയത്. പിന്നെ എനിക്കൊരു വേറൊരു കമൻറ്റും കൂടെ വന്നത് ഫേസിൽ വണ്ണം വെക്കാൻ എന്താ ചെയ്യണേന്ന്. എൻ്റെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് ഞാൻ എന്ത് ഫുഡ് കഴിച്ചാൽ എനിക്ക് കവിളിലാണ് കൂടുതലായിട്ട് കുറച്ചും കൂടി വണ്ണം വെക്കുന്ന ഫസ്റ്റ്. അതുകൊണ്ടാണ്, അല്ലാതെ അതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഫുഡ് മെയിൻലി ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് വീട്ടിൽ ഡിഫറൻസ് വന്നു തുടങ്ങിയത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം ഞാൻ വീട്ടിൽ തന്നെയായിരുന്ന സമയത്താണ് ഫുഡിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. എല്ലാ ഫുഡും ഞാൻ കഴിച്ചു തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഫുഡ് മെയിൻലി കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഹെൽത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാത്ത ടൈമിലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് പെയിൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാണ്ട് നമുക്ക് വരുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറച്ചും കൂടി ഡിഫറൻസ് വന്നത് ഈ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷമാണ്. ഞാൻ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടുക, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. അതേപോലെ തന്നെ വർക്ക് പ്രഷർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഫുഡ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് പ്രഷർ ആ ഒരു ഫുഡ് കഴിക്കാത്തുള്ള സമയത്തുള്ളത്. കാരണം നമ്മൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫുഡ് മെയിൻലി അവോയ്ഡ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നത്. എനിക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഫുഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ട്, ഫുഡ് മര്യാദക്ക് കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ്. സോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നുള്ളത്. ഒരു 6 മാസത്തിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ ഈ വെയിറ്റ് ഗെയിനിൽ വന്നത്. എനിക്ക് പറയാനുള്ള, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നൈറ്റ് കഴിക്കുന്ന ഫുഡ് കുറച്ച് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ കൂടുതലും നൈറ്റ് ഫുഡും കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫുഡിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം. നോൺ വെജ് ഐറ്റംസ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റ് ഫുഡിൽ, അപ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളാണ്. അതേപോലെ തന്നെ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് കറികളും ഇങ്ങനെ നോൺ വെജ് ഐറ്റംസുകൾ കുറച്ച് കൂടുതലാക്കി കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. പറയാനുള്ളത്, നമ്മൾ മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കുക. അതേപോലെ തന്നെ ഉച്ചക്കുള്ള ഫുഡ് കുറച്ച് മിനിമൽ ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത്. പക്ഷേ എൻ്റെ റൂട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോർണിംഗ് ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിത്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് കഴിച്ചു തുടങ്ങിയത്. കാരണം എനിക്ക് അത്രയും വണ്ണം കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അത് കറക്റ്റ് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു വെയിറ്റിലേക്ക് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.